നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിംഗ് പ്രോസസ്സ്. വെൽഡിംഗ് പ്രോസസ്സിനെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഹീറ്റ് എനർജിയുടെ സോഴ്സ്, അതിനെ ബേസ് ചെയ്തിട്ട് വെൽഡിംഗ് പ്രോസസ്സിനെ നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സ്, അതായത് ഹീറ്റ് സോഴ്സ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. രണ്ടാമത്തത് ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സ്, ഹീറ്റ് സോഴ്സ് ഗ്യാസ് ഫ്ലെയിം ആയിരിക്കും. ഓക്കെ. മൂന്നാമത് വരുന്നത് ഇതിൽ രണ്ടിലും പെടാത്ത മറ്റുള്ളത്, ഇതിൽ പെടാത്ത വെച്ചാൽ അതർ വെൽഡിംഗ് പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ ഹീറ്റ് സോഴ്സ് ഈസ് നൈദർ ഇലക്ട്രിസിറ്റി നോർ ഗ്യാസ് ഫ്ലെയിം, ഇത് രണ്ടും അല്ലാത്ത ഇതിന് നമ്മൾ ഏതാ അതർ വെൽഡിംഗ് പ്രോസസ്സിലാണ് പറയുക. അങ്ങനെ പ്ലാസ്റ്റിക് വെൽഡിംഗ് ഉണ്ട്, അതുപോലെ അൾട്രാസോണിക് വെൽഡിംഗ് ഉണ്ട്, അങ്ങനെ കുറേ വെൽഡിംഗ് വരുന്നുണ്ട്, ഫ്രിക്ഷൻ വെൽഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഇലക്ട്രിസിറ്റിയും ഗ്യാസ് ഫ്ലെയിമും ഉപയോഗിക്കാതെ ചെയ്യുന്ന വെൽഡിംഗ് ആണ്. ഓക്കെ. അങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ ഹീറ്റ് എനർജി എങ്ങനെ ഉണ്ടാക്കുന്നത്, സോഴ്സ് ഓഫ് ഹീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സ്, ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സ്, അതർ വെൽഡിംഗ് പ്രോസസ്സ്. ഇനി ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സ് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ്, ലേസർ വെൽഡിംഗ്, ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. നാലായിട്ട് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ്, ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ആൻഡ് ലേസർ വെൽഡിംഗ്. ഓക്കെ. നെക്സ്റ്റ് ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്, ആദ്യം നമ്മൾ അതിൽ സബായിട്ട് വരുന്നത് ഇലക്ട്രിക് ആർക്ക് വെൽഡിങ് എഗെയിൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാ? മെറ്റാലിക് ആർക്ക് വെൽഡിംഗ്, കാർബൺ ആർക്ക് വെൽഡിംഗ്, ആറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ്, ഇനർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ്, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആർക്ക് വെൽഡിംഗ്, സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്, പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഹീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ബേസിൽ മൂന്നായിട്ട് തിരിച്ചു. അതിൽ ഇലക്ട്രിക് വെൽഡിങ്ങിനെ നമ്മൾ എഗെയിൻ നാലായിട്ട് തിരിച്ചു. അതിൽ വരുന്ന ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ്ങിനെ നമ്മൾ 8ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിങ്, ഇലക്ട്രിക്കിൽ വരുന്ന റെസിസ്റ്റൻസ് വെൽഡിങ് എങ്ങനെയാണ് നോക്കാം. അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സ്പോട്ട് വെൽഡിങ്, സീം വെൽഡിങ്, ബട്ട് വെൽഡിങ്, ഫ്ലാഷ് ബട്ട് വെൽഡിങ്, പ്രൊജക്ഷൻ വെൽഡിങ്. ഇലക്ട്രോണിക് റെസിസ്റ്റൻസ് വെൽഡിങ് വീണ്ടും തരംതിരിച്ചിരിക്കുന്നു. സ്പോട്ട് വെൽഡിങ്, സീം വെൽഡിങ്, ബട്ട് വെൽഡിങ്, ഫ്ലാഷ് ബട്ട് വെൽഡിങ്, പ്രൊജക്ഷൻ വെൽഡിങ്. പിന്നെ നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിന് നമ്മൾ അതായത് മെയിൻ കാറ്റഗറിയിൽ ആദ്യം പഠിച്ച ഗ്യാസ് ഫ്ലെയിം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഗ്യാസ് ഫ്ലെയിമിൽ ഗ്യാസ് വെൽഡിങ് പ്രോസസ്സ് ക്ലാസിഫൈ ചെയ്തേക്കണം എങ്ങനെയെന്ന് നോക്കാം. ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിങ്. ഓക്കെ. ഗ്യാസ് കട്ടിങ് ഒക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നത് കൂടുതലും ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിങ് ആണ്. ഗ്യാസ് കട്ടിങ് എന്നാണ് പറയുന്നത്, വെൽഡിങ് കട്ട് ചെയ്യുന്നതിന്. അത് വെച്ചിട്ട് വെൽഡ് ചെയ്യുന്നുണ്ട്. ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് വെൽഡിങ്, ഓക്സി കോൾ ഗ്യാസ് വെൽഡിങ്, ഓക്സി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വെൽഡിങ്, എയർ അസറ്റിലിൻ ഗ്യാസ് വെൽഡിങ്. ഇങ്ങനെയാണ് ഗ്യാസ് വെൽഡിങ് പ്രോസസ്സ് ഇത്ര തരത്തിലായിട്ട് തിരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞ മൂന്നാമത് മെയിൻ കാറ്റഗറിയിൽ വരുന്നത് ഗ്യാസും ഇലക്ട്രിക്കലും അല്ലാതെ മൂന്നാമത്തെ കാറ്റഗറി അതർ വെൽഡിങ് പ്രോസസ്സ്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. തെർമിസ്റ്റ് വെൽഡിങ്, ഫോർജ് വെൽഡിങ്, ഫ്രിക്ഷൻ വെൽഡിങ്, അൾട്രാസോണിക് വെൽഡിങ്, എക്സ്പ്ലോസീവ് വെൽഡിങ്, കോൾഡ് പ്രഷർ വെൽഡിങ്, പ്ലാസ്റ്റിക് വെൽഡിങ്. ഏതൊക്കെയാണ്? തെർമിസ്റ്റ് വെൽഡിങ്, ഫോർജ് വെൽഡിങ്, ഫ്രിക്ഷൻ വെൽഡിങ്, അൾട്രാസോണിക് വെൽഡിങ്, എക്സ്പ്ലോസീവ് വെൽഡിങ്, കോൾഡ് പ്രഷർ വെൽഡിങ്, പ്ലാസ്റ്റിക് വെൽഡിങ്. ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വെൽഡിങ് മെത്തേഡ്സ്, പ്രഷർ വെൽഡിങ്, ഫ്യൂഷൻ വെൽഡിങ്, അതിൽ ചാർട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ കാറ്റഗറി നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്.